സനാതന ധർമ്മം എന്ന വാക്ക്. ധർമ്മം is equal to duty plus responsibility plus privilege. ഒരു വ്യക്തിയുടെ ഡ്യൂട്ടി, കർത്തവ്യം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, പ്രിവിലേജ്, അവകാശം. ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ് is equal to ധർമ്മം. ധാരയതി ഇതി ധർമ്മ, ധാരണാത് ധർമ്മ. The one which is motivating you, which is guiding you, which is instructing you, which is directing you. ഏതൊന്നാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉത്തേജനം തരുന്നത്, ഏതൊന്നാണോ ജീവിതത്തിൽ മാർഗദർശനം നൽകുന്നത്, ഏതൊന്നിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ജീവിക്കേണ്ടത്, ഏതൊന്നാണോ നമ്മളെ നന്മ നിറഞ്ഞ രീതിയിലേക്ക് എത്തിക്കുന്നതും നയിക്കുന്നതും, അതിനെ ധർമ്മം എന്ന് പറയുന്നു. നമ്മളെ ധരിക്കുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതാണ്. അത് ഓരോ വ്യക്തിക്കുണ്ട്. അമ്മയ്ക്ക് മാതൃധർമ്മം, അച്ഛന് പിതൃധർമ്മം, മകന് പുത്രധർമ്മം, മകൾക്ക് പുത്രീധർമ്മം, ഭർത്താവിന് ഭർത്തൃധർമ്മം, ഭാര്യയ്ക്ക് പത്നീധർമ്മം, പൗരന് പൗരധർമ്മം, അധ്യാപകന് ആചാര്യധർമ്മം, രാജാവിന് രാജധർമ്മം, മന്ത്രിക്ക് അമാത്യധർമ്മം. ഇനി സഹോദരന്മാർക്ക് സഹോദരധർമ്മം, സഹോദരിമാർക്ക് ഭഗിനീധർമ്മം. ഇത് വ്യക്തിധർമ്മം, സമൂഹധർമ്മം, വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം. വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹ അല്ലെങ്കിൽ ഔദ്യോഗിക ധർമ്മം, രാഷ്ട്രധർമ്മം. 4 തരത്തിലും ഓരോ വ്യക്തിക്കും അനുഷ്ഠിക്കാനുള്ള ധർമ്മമുണ്ട്. ഈ ധർമ്മത്തിനെല്ലാം കൂടി ചേർത്തൊരു പുസ്തകത്തിൽ എഴുതിയാൽ മാതൃധർമ്മം പ്ലസ് പിതൃധർമ്മം പ്ലസ് പുത്രധർമ്മം പ്ലസ് പുത്രീധർമ്മം പ്ലസ് ഭാര്യാധർമ്മം പ്ലസ് ഭർത്തൃധർമ്മം, ഇതെല്ലാം കൂടി ചേർത്തൊരു പുസ്തകം എഴുതിയാൽ അതിൻ്റെ പേരാണ് സനാതന ധർമ്മം. അതൊരു ജീവിത ശൈലിയാണെന്ന് പറയുന്നത് ശരിയാണ്. ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ്, ബട്ട് ഓൾസോ ഇറ്റ് ഈസ് എ റിലീജിയൻ. Other religions are created by individuals. This religion is created by hundreds and thousands of rishis. മറ്റു മതങ്ങൾ ഉണ്ടാക്കിയത് ഒരു വ്യക്തിയാണ്. ഞാൻ പറയുന്നത് ശരി, എൻ്റെ വഴി ശരി, എൻ്റെ പുസ്തകം ശരി എന്ന് പറയുന്ന ഒരാൾ. സനാതന ധർമ്മം ഉണ്ടാക്കിയത് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ഋഷീശ്വരന്മാരാണ്. അതിൽ ഭക്തിയോഗം, ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, കർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്തിലെല്ലാം അതിനകത്ത് പെടുത്താൻ സാധിക്കും. അപ്പൊ വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം, ഇത് എഴുതിയ പുസ്തകങ്ങൾ നമ്മളുടെ പുരാണങ്ങളിൽ കഥാരൂപത്തിൽ അതുണ്ട്, ഇതിഹാസങ്ങളിൽ അനുഭവ രൂപത്തിൽ അതുണ്ട്, വേദങ്ങളിൽ സന്ദേശ രൂപത്തിൽ അതുണ്ട്, ഉപനിഷത്തുക്കളിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ രൂപത്തിൽ അതുണ്ട്. ഇതെല്ലാം അതിനു വേണ്ടിയാണ്. ഓർമ്മിക്കുക, ധർമ്മം മാത്രം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ധർമ്മശാസ്ത്രം. 29 ധർമ്മശാസ്ത്രങ്ങൾ, ഗ്രന്ഥങ്ങൾ ഭാരതത്തിലുണ്ട്. അത് കൽപ്പശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കുക. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ ആര് രക്ഷിക്കുന്നോ അവനെ ധർമ്മം രക്ഷിക്കും. ധർമ്മമേവ ഹതോ ഹന്തി. ധർമ്മത്തെ ആര് നശിപ്പിക്കുന്നുവോ അവനെ ധർമ്മം നശിപ്പിക്കും. ധർമ്മത്തെ ആര് രക്ഷിക്കുന്നുവോ അവനെ ധർമ്മം രക്ഷിക്കും. ധർമ്മത്തെ ആര് നശിപ്പിക്കുന്നുവോ അവനെ ധർമ്മം നശിപ്പിക്കും. അതുകൊണ്ട് ധർമ്മേണ ഇവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രജകൾ പരസ്പരം രക്ഷിച്ചിരുന്ന ഒരു നാടാണ് ഭാരതം. ധർമ്മേണ ഏവ സർവേ പ്രജാഃ പരസ്പരം രക്ഷന്തി സ്മ. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രജകൾ പരസ്പരം രക്ഷിച്ചിരുന്നു. നമ്മുടെ ധർമ്മം നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. എൻ്റെ ധർമ്മം ഞാനും, നിങ്ങളുടെ ധർമ്മം നിങ്ങളും അനുഷ്ഠിക്കുക. ഭാരതം ഭാവരാഗ താളമുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. പ്രണാമം, നമസ്കാരം.